ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അറബിക് ഡെസേർട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത്തായിഫ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു സിമ്പിൾ സിറപ്പ്, അതായത് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. രണ്ടാമത് നമ്മളൊരു ക്രീം ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. മൂന്നാമത് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് ചെറിയ ചെറിയ പാൻ കേക്ക്സ് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂണ് റോസ് എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ക്രീം ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 240 ml ഫ്രഷ് ക്രീം എടുക്കാം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് ക്രീം ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ സ്ക്വയർ ചീസാ ക്യൂബ് ചീസാട്ട ഉണ്ടെങ്കിൽ അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഒരു 30 മിനിറ്റ് നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് 1.25 കപ്പ് ഇളം ചൂടുവെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ 1.5 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. 1 മുട്ടയും കൂടെ ചേർക്കണം. 1/2 കപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്ത റവയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ഒരു 30 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം. ഇനി ഇതിൻ്റെ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ അതിൽ നിന്ന് ബബിൾസ് വരുന്നത് കാണാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ പാൻ കേക്ക് ചുട്ടെടുക്കുന്നത്. കൂടുതൽ ഡ്രൈ ആകാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പാൻ കേക്ക്സും ചുട്ടെടുക്കാം. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം തന്നെ നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു കിച്ചൺ ടവലിലേക്കാണ് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. നമ്മുടെ പാൻ കേക്ക് ഒരിക്കലും ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ എല്ലാ പാൻ കേക്ക്സും നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1-2 ടീസ്പൂണ് ചീസ് നമുക്കിതിലേക്ക് ക്രീം ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്കിതുപോലെ വെക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ആക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പാൻ കേക്ക് കൂടുതൽ ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക്
ആക്കിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.